അജിംസ് കുറേ നേരമായിട്ട് ഈ കൂർമ്മമായ ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. ആ വീട്ടിലൊന്നും ഞാൻ വീഴത്തില്ല, കേരളത്തിലെ ജനങ്ങളും വീഴത്തില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം എന്താണോ അത് ഈ സർക്കാർ നൽകും. അത് പി എം ശ്രീ എന്ന് പറയുന്ന പദ്ധതിക്കകത്ത് ഒരു ഹിന്ദുത്വ അജണ്ടയുണ്ട്. 3 മെയിൻ പോയിന്റ് അതിനകത്തുള്ളത്. അത് ദേശാഭിമാനി കള്ളം പറഞ്ഞതാണോ? ഇത് ഞാൻ പറഞ്ഞതല്ല, ദേശാഭിമാനി കള്ളം പറഞ്ഞു. അല്ലെന്ന് ഈ പദ്ധതിക്കകത്തുള്ളത് എന്നാണെന്ന് ഞാൻ പറയാന്നേ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തമല്ല. നിങ്ങൾക്കിപ്പോൾ എങ്ങനെയാലും ഹിന്ദുത്വ അജണ്ട CPM അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ളൊരു നരേഷൻ കേരളത്തിലെ ഞാനല്ല പറയുന്നത്, ദേശാഭിമാനിയാ. അതുപോലും ഞാനല്ല പറയുന്നത്. PM ശ്രീ ഹിന്ദുത്വ അജണ്ടയാണെന്ന് പറയുന്നത് ദേശാഭിമാനിയാണ്. ഞാൻ പറഞ്ഞില്ല PM ശ്രീ പദ്ധതി ഹിന്ദുത്വ അജണ്ടയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ദേശാഭിമാനി പറയുന്നു. ദേശാഭിമാനി കള്ളം പറഞ്ഞാണോ? അതുകൊണ്ടാണല്ലോ ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലകളിൽ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച കാവ്യവൽക്കരണത്തിനെതിരെ ഇന്ത്യൻ ചരിത്രം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് പുസ്തകം തന്നെ പഠിക്കാനായിട്ട് നൽകിയ സർക്കാർ അത് തന്നെയാണ്. നേരത്തെ ഇവിടെ അങ്ങനെ ഒരു സർക്കാർ ആയിരുന്നു അങ്ങനെ ഒരു സർക്കാർ ആയിരുന്നു. ഗവൺമെന്റിനെതിരെ ഈ സെപ്റ്റംബർ 16-ാം തീയതി അല്ല ഒക്ടോബർ 16-ാം തീയതി ഒപ്പിടുന്നവരെ അങ്ങനെ ഒരു സർക്കാർ തന്നെയായിരുന്നു കേരളത്തിലെ സർക്കാർ. കേരളത്തിലെ സർക്കാർ കാവ്യവൽക്കരണത്തെ എതിർത്തൊരു സർക്കാർ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. എന്നുവരെ ഈ 16-ാം തീയതി MOU ഒപ്പിടുന്നവരെ. ഇപ്പോഴും പിന്നെ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ? ഞാൻ വ്യാഖ്യാനിച്ചത് ദേശാഭിമാനി വ്യാഖ്യാനിച്ചതാണ്. ഞാൻ വ്യാഖ്യാനിച്ചതല്ല, ദേശാഭിമാനി പറയുന്നതാണ്. PM ശ്രീ എന്ന് പറയുന്നത് ഹിന്ദുത്വ പദ്ധതിയാണ്, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന പദ്ധതിയാണ്. ദേശാഭിമാനി പറയുന്ന PM ശ്രീയിൽ ഈ സർക്കാർ CPM-ന്റെ സർക്കാർ ഒപ്പിട്ടു. അപ്പോൾ അതിനർത്ഥം ദേശാഭിമാനി പറയാണ് ഈ സർക്കാർ ഹിന്ദുത്വ സർക്കാരാണെന്ന് ദേശാഭിമാനി പറയുന്നത്, ഞാനല്ല. അല്ല, ആ ദേശാഭിമാനി ഞാൻ 2 പ്രാവശ്യം വായിച്ചതാണ്. അതായത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാതെ കൊണ്ടാണ് PM ശ്രീ കേരളത്തിൽ കേരളത്തിൽ നടപ്പാക്കണമെന്ന് കേരളത്തിന്റെ ആധികാരികമായ സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ നിങ്ങൾ വീണ്ടും 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 ദേശാഭിമാനി എഴുതിയെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഉദ്യോഗസ്ഥരോട് ആ ഒപ്പ് തിരുത്തി മേടിക്കാൻ അല്ലെങ്കിൽ MOU റദ്ദാക്കാൻ പറയുമോ? ഈ ഒപ്പിട്ട MOU റദ്ദാക്കുമോ ജലൂക്കോസ്? എന്നിട്ടേ പറഞ്ഞ കാര്യമുള്ളൂ, ഡയലോഗിന് കാര്യമൊന്നുമില്ല. ഒപ്പിട്ട MOU ഞങ്ങൾ റദ്ദാക്കുകയാണെന്ന് പറയോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അത് റദ്ദാക്കുമോ? ഒരു കാരണവശാലും റദ്ദാക്കത്തില്ല. ഒരു കാരണവശാലും റദ്ദാക്കത്തില്ല. ഒപ്പിട്ട PM ശ്രീ പദ്ധതി ഹിന്ദുത്വ അജണ്ടയുള്ള പദ്ധതിയാണെന്ന് പാർട്ടിയുടെ മുഖപത്രം എഴുതിയിരിക്കുന്നു. എന്നിട്ട് ആ MOU ഒപ്പിട്ടിട്ട് പറയുന്നു ഞങ്ങൾ നടപ്പാക്കില്ല എന്ന്. ഇതിനാണ് 2 തരം വർത്താനം എന്ന് പറയുന്നത്. അല്ല, അത് 2 തരം ഒന്നുമല്ല. അത് യഥാർത്ഥ പോളിസിയാണ്. എന്താ പോളിസി? ഒരു കാരണവശാൽ ഹിന്ദുത്വ അജണ്ട അവിടെ നടപ്പിലാക്കത്തില്ല. PM ശ്രീയിൽ എഴുതി വെച്ചിരിക്കുന്ന 3 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പറയിപ്പിക്കാനായിട്ട് അജിം സെന്റർ സമ്മതിക്കത്തില്ല. ഒന്ന് സ്പോർട്സ്, 1 കോടി 10 ലക്ഷം രൂപയിൽ 60% വഹിക്കുന്നവരെ കേന്ദ്ര സർക്കാർ. രണ്ടാമത്തെ എന്താണ്? ശാസ്ത്ര സാഹിത്യ മേഖലയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ലോകം മുഴുവനും കേരളത്തിലില്ലാത്ത സ്പോർട്സ്, കേരളത്തിലില്ലാത്ത വിദ്യാഭ്യാസ രംഗത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്താണ് കേന്ദ്രം തരാൻ പോകുന്നത്? കേരളത്തിലില്ലാത്ത എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് നരേന്ദ്രമോദി നിങ്ങൾക്ക് തരാൻ പോകുന്നത്?